സംസ്ഥാനത്ത് ഈ പാമ്പുകളുടെ ശല്യം കൂടുന്നു, പാമ്പ് കടിയേറ്റ് ആളുകൾ മരിക്കുന്നു. അത്തരത്തിൽ ഒന്നാണ് ആലപ്പുഴയിൽ നിന്ന് വരുന്ന വാർത്തയും. ആലപ്പുഴയിൽ വീണ്ടും പാമ്പ് കടിയേറ്റ് ഒരു മരണം കൂടി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. കുട്ടനാട് വൈശ്യം ഭാഗം പുതുവന വീട്ടിൽ 65-കാരിയായ ഇന്ദിരയാണ് ഇന്നലെ മരിച്ചത്. വണ്ടാനം മെഡിക്കൽ കോളേജിൽ എത്തിച്ച് ചികിത്സ നൽകിയിരുന്നുവെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. പ്രദേശത്ത് വിഷപ്പാമ്പുകളുടെ ശല്യം രൂക്ഷമാണെന്ന് മരിച്ച ഇന്ദിരയുടെ മകൾ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. ആലപ്പുഴയിൽ ഇന്നലെ വൈകിട്ടാണ് മറ്റൊരു പാമ്പുകൂടി വാർത്ത കൂടി പുറത്തു വന്നത്. 65 വയസ്സുകാരിയായിട്ടുള്ള ഇന്ദിര, അതായത് വൈശ്യംഭാഗം പുതുവന വീട്ടിൽ ഇന്ദിരയ്ക്കാണ് വൈകിട്ട് 5 മണിയോടുകൂടി വീട്ടിലെ ശുചിമുറിക്ക് അടുത്ത് വെച്ച് മൂർഖൻ പാമ്പിൻ്റെ കടിയേൽക്കുന്നത്. ഏതായാലും ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ആൻറ്റിവനം നൽകിയെങ്കിലും ഇന്ദിരയുടെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. എനിക്ക് പിന്നിൽ കാണുന്ന ആ ഒരു നായ കിടക്കുന്നതിനടുത്തുള്ള ആ ഒരു ഭാഗത്ത് വെച്ചാണ് ഇത്തരത്തിൽ വിഷബാധ ഏൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഈ പ്രദേശത്തടക്കം വലിയ രീതിയിൽ വിഷപ്പാമ്പുകളുടെ വിളയാട്ടമുള്ളതായി നാട്ടുകാരും ബന്ധുക്കളും എല്ലാം പറയുന്നതാണ്. പലവട്ടം ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടിട്ടും വീണ്ടും ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടാവുകയാണ്. ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് മരിച്ച ഇന്ദിരയുടെ മകൾ തന്നെ ചേരുകയാണ്. ഇപ്പോൾ ഒരു വലിയൊരു വിയോഗമാണ് ഉണ്ടായിരിക്കുന്നത്. ഇത്തരത്തിൽ പാമ്പുകളുടെ ശല്യം ഇവിടെ രൂക്ഷമാണോ? നിറയെ ഉണ്ട്. കാരണം ഇവിടെ ഈ വെള്ളം കയറ്റുമ്പം കണ്ടത്തിലെ കൃഷി കഴിഞ്ഞ് കഴിയുമ്പോൾ വെള്ളം കയറ്റി കഴിയുമ്പോഴേക്കും കുറേ ശല്യം ഉണ്ട്. അടുക്കള നിന്നാൽ കാണാം, റോഡിലൂടെ പാസ് ചെയ്യുന്നതാണ്, ഈ കുളത്തിലോട്ടെല്ലാം പാസ് ചെയ്യുന്ന കാണാം. ഇന്നലെ എന്തായിരുന്നു സംഭവിച്ചത്? ഇന്നലെ അമ്മയ്ക്ക് ചെറിയ BP-യുടെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഇന്നലെ ഡോക്ടറിനെ കണ്ട ഡേറ്റ് ആയിരുന്നു. അങ്ങനെ ഞാനും അമ്മയും കൂടെ പോയി ഡോക്ടറിനെ കണ്ടേച്ച് തിരിച്ച് വന്നപ്പോഴേക്കും പുറത്തോട്ടേക്ക് ഇറങ്ങിയപ്പോൾ എൻ്റെ പട്ടി കിടന്ന് കുരയ്ക്കുന്നുണ്ട്. അവന് ചെറിയ അനക്കം മതി. അപ്പോൾ അമ്മ അതും നോക്കാം, ബാത്റൂമിലും കയറാമെന്നും പറഞ്ഞ് അങ്ങോട്ട് നിന്നിട്ട് അവൻ അങ്ങോട്ടേക്ക് വിടത്തില്ല. അമ്മേനെ വലിച്ച് നിർത്തുക. ഇതിനെ കണ്ടതുകൊണ്ടാകാം. പിന്നെ അമ്മ അവിടെ അങ്ങോട്ട് ഇറങ്ങുകയും ഇത് വരികയും കൂടിയായിരുന്നു. മൂർഖൻ പാമ്പ് തന്നെയായിരുന്നു. അതെ. കാരണം ഇതിന് മുന്നേ ഞങ്ങൾക്ക് ഇവിടെ ഒരു ഫംഗ്ഷൻ ഉണ്ടായപ്പോഴേക്കും ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ, ഞാനും അമ്മയും വരുമ്പോൾ ആ സൈഡിൽ ഈ സെയിം സാധനം തന്നെ. അപ്പം ഇഷ്ടം പോലെ പിള്ളേർ ഈ പറമ്പിൽ ഓടി കളിക്കുന്ന അത് തന്നെ, ആ സാധനമാണ് ഇവിടെ ചുറ്റും കിടന്ന് ഓടുന്നത്. അപ്പം അമ്മ പറഞ്ഞ മോനെ അത് തന്നെയാണ് എന്നെ കടിച്ചത്, അത്രയും വലിപ്പം അത് ഞങ്ങൾ കണ്ടിട്ടുള്ളത് കൊണ്ട് അമ്മ അടയാളം പറഞ്ഞു തന്നു, അത് തന്നെയാണ് എന്നെ കടിച്ചത്. ഇന്നലെ ആശുപത്രിയിൽ വേഗത്തിൽ തന്നെ കൊണ്ടുപോകാൻ സാധിച്ചു. ഞാൻ അമ്മ അകത്ത് കയറി ഇവിടെ വന്നിരുന്ന് ഞാൻ കാലിൽ അത് ഞെക്കി കളഞ്ഞിട്ട് ഞാൻ കെട്ടിയിട്ട് അപ്പോഴേക്കും തന്നെ വരുന്ന ആ ചേട്ടൻ്റെ വണ്ടിയിൽ ഉടനെ തന്നെ കൊണ്ടുപോയി ആശുപത്രിയിൽ ചെന്ന് അവർ പരിശോധിച്ച് അവരുടെ രീതിയിൽ അവർ ചെയ്തു. അല്ലാതെ അവരുടെ വീഴ്ചയൊന്നുമില്ല. അമ്മയാ ഡീറ്റെയിൽസ് പറയുന്നത്, ഞാനല്ല, അമ്മ തന്നെയാണ് പറയുന്നത്. അമ്മയ്ക്ക് ബോധമുണ്ട്, എല്ലാം ഉണ്ട്, ഒരു കുഴപ്പമില്ല. കുറേ കഴിഞ്ഞപ്പോൾ അമ്മ തന്നെ പറഞ്ഞു, എനിക്ക് ശ്വാസം മുട്ടൽ വരുന്നു. അപ്പം അവർ ടെസ്റ്റിനുള്ള എല്ലാം കൊണ്ടുപോയിരിക്കുക. അപ്പം ഞങ്ങൾ പിന്നെ ഉടനെ തന്നെ അവരോട് സംസാരിച്ച് അവർ ഉടനെ തന്നെ വെന്റിലേറ്ററിലോട്ട് മാറ്റുമായിരുന്നു. അപ്പോഴേക്കും വയറൊക്കെ അങ്ങ് വീർത്തു. മാക്സിമം അവർ ട്രൈ ചെയ്ത്, ആ മരുന്ന് എഫക്റ്റ് ആയില്ല, അതാണ് അവർ പറഞ്ഞത്. ഈ ബന്ധുക്കൾ പറയുന്നത് പ്രകാരമാണെങ്കിൽ പാമ്പിൻ്റെ ശല്യമുള്ളൊരിടെയാണ്. പ്രത്യേകിച്ചും ഇവിടെ നിറയെ പൂച്ചകളൊക്കെ ഉണ്ടായിരുന്നതാണ്. ഇപ്പോൾ നിരന്തരമായി ഈ പാമ്പുകളുടെ ദംശനമേറ്റ് പൂച്ചകളടക്കം ഇവിടെ സ്ഥിരം മരണപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനിടയിലാണ് ഇന്നലെ ആ പട്ടിയാണ് പലവട്ടം ഈ ഇന്ദിരയെ അങ്ങോട്ട് പോകുന്നതിൽ നിന്ന് തടയാനൊക്കെ ശ്രമിച്ചതാണ്. പക്ഷേ ഇതിൻ്റെ കുര ഒക്കെ ശ്രദ്ധിക്കാതെ അങ്ങ് പോയപ്പോഴാണ് ഇന്ദിരയ്ക്ക് പാമ്പിൻ്റെ കടിയേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഏതായാലും ഇപ്പോൾ വണ്ടാനം മെഡിക്കൽ കോളേജ് മോർച്ചറിയിലാണ് മൃതദേഹമുള്ളത്. ബന്ധുക്കൾ എത്തുന്നത് മുറയ്ക്കായിട്ട് ഈ ഒരു സംസ്കാര ചടങ്ങുകൾ നടക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഇന്നലെ ആൻറ്റിവനം കൊടുത്തെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചിട്ടില്ല. ക്യാമറമാൻ ദീപക്കിനൊപ്പം അമൽ സുരേന്ദ്രൻ, ആലപ്പുഴ.